ഇവളൊറ്റയാണ് എല്ലാത്തിനും കാരണം. നിപ്പ് കണ്ടില്ലേ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചത്. ഹാരിസ് നീ ഇപ്പൊ പോ, ഓളോട് ഞാൻ സംസാരിക്കാം. മിണ്ടാതിരിക്കുന്നുണ്ടോ? ലക്ഷങ്ങളാണ് അല്ലാണ്ട് പഞ്ഞിക്കുരല്ലാണ് എണ്ണി തന്നത്. അത് ഞാൻ തരും. എവിടെ നിർത്തി തരും? വേലയും കൂടിയില്ലാത്ത എണ്ണി തിരഞ്ഞെടുക്കുന്ന അവന്മാര് തരുന്ന. ഹാരിസ് നീ ബഹളം വെക്കാതെ, രണ്ട് പെൺകുട്ടികളുടെ വീടായത്. ഇവൻ ഇപ്പൊ ഇടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടി, ആരെന്ന് വെച്ചാ വിളിക്കടി. ഹാരിസ് പണം തന്നിട്ടുണ്ടെങ്കിൽ അത് വസൂലാക്കാൻ എനിക്കറിയാട്ടോ. പിന്നെ ഒരു മാസത്തെ സമയം ഞാൻ തരും. അതിൻ്റെ ഉള്ളിൽ എന്റെ ഇടപാട് തീർത്തില്ലെങ്കിൽ ശരിക്കും അറിയില്ല അവർക്ക് തന്നെ. ആ കുരുത്തം കെട്ട ചെക്കനെ പോലീസ് പൊക്കി കോടതിയിൽ റിമാൻഡ് ചെയ്തു. എല്ലാവരും വിചാരിച്ചു അതിന്റെ പുറകിൽ കളിച്ചവരാരൊക്കെയാണെന്ന് നമുക്കറിയാം. സംഗതി പെണ്ണ് വിഷയാന്നാ കേട്ടത്. അപ്പൊ അതിനാണല്ലോ ഡിമാൻഡ്. അതൊക്കെ വെറുതെയാണെന്നേ. അവര് നമ്മുടെ മുമ്പിൽ കളിച്ചു വളർന്ന പിള്ളേരല്ലേ. അതാ ഞാൻ പറഞ്ഞ എന്തൊക്കെയോ തിരുമാറി നടന്നിട്ടുണ്ടെന്ന്. ചിലരൊക്കെ പെടും, അതുറപ്പാ. ആൾക്കാർ മൊത്തത്തിൽ ഇളകിയിട്ടുണ്ട്. രണ്ടു മതക്കാർ തമ്മിലും ഇടഞ്ഞിരിക്കാം. ഇത് വെച്ച് മുതലെടുത്ത് ഈ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ എന്തു വില കൊടുക്കും തടയും. ഞങ്ങളും തടയും. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ടോന്ന് ചോദിച്ചാ ഒരു കാര്യവുമില്ല. എന്നാലും ഒരു ഇച്ചിരി കാര്യമില്ല എന്ന് വർണ്ണത്തിൽ ആശങ്ക. എന്ത് കുന്തത്തിന്? ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരുടേതാണല്ലോ ഇന്നത്തെ ലോകം. അല്ലേ ശരിക്കും പ്രസിഡന്റ്? അയ്യോ പ്രസിഡന്റ് ആണല്ലോ. ഹലോ. ഓനെ പോലീസുകാർ കൈവച്ച് കാണുമോ? പിന്നെ ഉമ്മ വെക്കാനല്ലേ പിടിച്ചോണ്ടുപോയത്? ജാമ്യത്തിലുള്ള വകുപ്പുണ്ടാക്കണം. ജാമ്യം കിട്ടോ? ഒരുത്തരെ തട്ടിയ വരെ ജാമ്യം കിട്ടും. ഓനിക്ക് വരട്ടെ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഓൻ പറഞ്ഞതേ ഓനൊന്നും അറിയില്ലെന്നാ. പിന്നെ ആരാടാ ഈ കൊത്തുപണിയാ? ആ പെണ്ണിന്റെ കാര്യത്തിൽ രണ്ടാളും തമ്മിൽ എന്തോ കാര്യമായ കശപിശ നടന്നിട്ടുണ്ട്. ഇതിലെന്തോ തിരുമറി നടന്നിട്ടുണ്ട്. എനിക്ക് വയ്യ, ഞാനിതെങ്ങനെ സഹിക്കും? പൊട്ടിക്കടുത്ത കുക്കിംഗ്സിന്റെ അപ്പം കൊണ്ടുവരും. സങ്കടം. ഈ ഉറങ്ങാണ്ട് വീട് വന്നിരിക്ക. അല്ലല്ലോ എനക്ക് വളച്ചിൽ ഇത്തിരി കൂടുതലാ. ഞാൻ എന്ത് ചെയ്തെന്നാ? മനസ്സറിയാത്ത കാര്യത്തിനല്ലേ ഈ പുകിലൊക്കെ. അവരൊക്കെ പഠിച്ച് ജീവിക്കാൻ പറ്റുമോ? പേടിയ മോളെ, ഈന്റെ പേരിൽ നാട് മൊത്തം അളിക്ക. ഇത് ഞാൻ തന്നെ തീർത്തോളൂമ്മ. നീ ഇതൊന്നിനു പോണ്ട. പേര് ദോഷം കേൾപ്പിച്ചാല്. അൻവറിനെ ഞാനൊന്ന് കാണട്ടെ, സത്യം എന്താണെന്ന് അറിയണല്ലോ. അവർ രണ്ടാളും ഞമ്പക്കൊരു പോലെയാ. പക്ഷേ ഇത് വിഷയം വേറെയല്ലേ. അവര് കാടടിച്ച് വെടിവെക്കുന്നത് ഉമ്മ. എന്തായാലും നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മൾ തന്നെയാ. അൻവറെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ അടങ്ങി ഒതുങ്ങി ഈടങ്ങാൻ ഇരുന്നോണോ? ഇനി ഊര് തണ്ടാൻ പോയാലുണ്ടല്ലോ. എന്റെ ഉമ്മ, ഞാൻ ഓക്കെയാണ്. ഓക്കെ. പിന്നെ ഒരു പൊതുപ്രവർത്തനോട് പുറത്തിറങ്ങിക്കൂടാന്ന് മാത്രം പറഞ്ഞൂടാ. തൽക്കാലത്തേക്ക് നീ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, എല്ലാം നാറി തണുക്കട്ടെ അല്ലേ? ഓള് പറഞ്ഞാലും കാര്യണ്ട്. പിന്നെ തല്ലും മടിച്ച് നീ ഇപ്പടി കേറിയാൽ എന്റെ സ്വഭാവം മാറും. ഉമ്മ, ചില അടികൾ വളരെ നല്ലതാണ്. അത് നമ്മക്ക് മനസ്സിലാവും. എന്റെ മോൻ അത് കറക്റ്റ്. ഈ ഉമ്മയാണ് ഇവനിങ്ങനെ വഷളാക്കുന്ന. നീ പോടി, ഞാൻ ഒറ്റക്ക് വഷളാവുന്നതാ. എന്റെ ഉമ്മ പാവല്ലേ. അയ്യോ മോനെ അൻവറേ, ആദ്യം പതപ്പിക്കല്ലേ. അതെനിക്ക് അറിഞ്ഞൂടെ ഉമ്മ. തൽക്കാലം എന്റെ പൊന്നുമോൻ പോയി കുളിക്ക്. നാറിയിട്ട് നോർത്തില്ല. ബാ. അവനോട് ചോദിച്ചതിന് ശേഷം അടിക്കണോ അതോ അടിച്ചതിന് ശേഷം ചോദിക്കണോ? എടാ കുളിരേ, എടങ്ങേറിനൊന്നും നിക്കേണ്ട. അയ്യോ, ഞാൻ ആ അടിയല്ല ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ എണ്ണ അടിച്ചിട്ട് തന്നെ വായിക്കാം. സാധനം റെഡി. അപ്പൊ അലങ്കാര സാധനങ്ങളൊക്കെ മേടിക്കണം. നേരെ അവന്റെ വീട്ടിലേക്ക് തന്നെ പോയാലോ? ഇനി നേരിട്ട് ചെന്ന് കണ്ടില്ലെന്ന് വേണ്ട. ബാക്കി പൂജ കഴിഞ്ഞിട്ടാവാം. പോയേക്കാം. ആശാനെ ഒന്ന് പെട്ടെന്ന് കേറി. നീങ്ങിരിടാ. കാടും പടലും. അതെ, മുക്കിന് റിസോർട്ടുകൾ കെട്ടിപ്പൊക്കെയാണല്ലേ. ഉള്ളതിനെ കൊണ്ട് തന്നെ ഇവിടെ പൊട്ടിമുട്ടിരിക്കുക. നമുക്ക് സംസാരിച്ച് ശരിയാക്കാന്നേ. ഇത് നമ്മൾ കുറെ കേട്ടതാ. അങ്ങനെ തർപ്പിച്ച് പറയാതെ നമുക്ക് വൈകിട്ടൊന്ന് കാണാന്നേ. അങ്ങനെ ഒതുക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിന് പിന്നിൽ ആരാണെന്ന് അറിഞ്ഞിട്ട് മതി. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഈ നാട്ടിലെങ്ങനെ വികസനം വരും? അതെ, ഈ നാടിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. കേട്ടിട്ടുണ്ട്. ഒരു നന്മക്കാരൻ. വികസന വിരോധികൾ സ്വന്തം കീശ കുറിപ്പിക്കാനുള്ള അടവാ.
എത്തിയോ കാലന്മാര്? എന്താ സാറന്മാരെ? എവിടെയാണ് സാധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാധനോ? എനക്കറിയില്ല സാറേ. സാറേ ഉള്ള കാഞ്ഞ വിത്ത മര്യാദക്ക് പറഞ്ഞു അടിച്ചതിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. ആറ്റ് കൊള്ളാനാടി. ദേ സാറേ വേണ്ട. സാറേ ഇവിടെ ഇപ്പൊ കത്തി എടുക്കടി. ആ പുഴയിൽ കിടപ്പുണ്ട്, മുങ്ങിപ്പോയി തപ്പിയെടുക്ക്. ഇവളെ ശരിക്കൊന്ന് പെരുമാറിയാലും ശരി. എന്നാ പോകാം സാറേ. സാറേ വേണ്ട സാറേ, വേണ്ട സാറേ, സാറേ, വേണ്ട സാറേ. ജോലിയാകുവേ. സാറേ, വേണ്ട വണ്ടി. സാറേ. സാറേ, വിട്ടേക്ക്. ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല സാറേ. വേണ്ട. ഇവളിപ്പം വെള്ളത്തിച്ചാടുവേ. വേണ്ട. അപ്പോ കണക്കൊക്കെ അടുത്ത മീറ്റിംഗിൽ. അത് കണക്കന്നെ. മൊത്തം കാശ് നിന്റെ കയ്യിലാണ്. അതെ, ഞാൻ പുട്ടടിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകണം. അടി മേടിക്കാനാണ് നമ്മളെ നോക്കണ്ട. അതൊക്കെ വലിയൊരു കഥയാണ്. അടി വരുമ്പോ കഥ പറയാനൊന്നും നേരം കാണത്തില്ല. അല്ല ഇതാര്? അൻവർ സാറോ? കയ്യും കാലൊക്കെ ഉണ്ടല്ലോടാ. തലയുണ്ട്, പക്ഷെ എത്ര ദിവസം കാണും? എന്നാ പ്രധാന ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? മുറി കൂടെ നീനുവാ. എന്നാൽ മുറിച്ചുകളെ. അതെ അതെ, എന്നാലേ സമാധാനത്തോടെ കണ്ടോണം കീറാൻ പറ്റൂ. തമാശ കളിക്കാതെ പോയേ. ഇവനെ ഇടിച്ച് ജ്യൂസ് പെരുമാക്കാണ്ട്. കളിച്ചാ നീ എന്ത് ചെയ്യടാ? സച്ചിൻ ഫസ്റ്റ് പന്തിൽ ഔട്ട് ആയിട്ടുണ്ട്. കുറെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, കുറെ വിക്കറ്റ് തെറിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സച്ചിൻ മോശം കളിക്കാരനല്ലോ. ചില ദിവസങ്ങൾ ഇനി എന്റെ ദിവസമാടാ. നിന്റെ ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞടാ. സത്യം പറഞ്ഞില്ലേ അടിച്ച് നിന്നെ കുറ്റി തെറിപ്പിക്കും ഞാൻ. മാറി അതെ, സത്യം പറയാലോ, ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ, ഓൻ കേട്ടില്ല. എന്തൊരടിയായിരുന്നു, ഓർക്കാൻ പോലും പറ്റില്ല. അത് ഒരു പീറ പെണ്ണിനോടി. അത് അഭിനയിച്ച് പൊലിപ്പിക്കല്ലേ. നിന്നെ നമ്മളെ കയ്യിൽ കിട്ടും. അന്ന് സിക്സർ വേണോ ബൗണ്ടറി വേണോന്ന് നമ്മക്ക് അപ്പ കാണാം. കളി തുടങ്ങി മോനെ, ഇനി അടി ഏത് ഭാഗത്തുനിന്ന് വരും? ഇതൊക്കെ വെറും ഫൗള് കളി, മടക്കടിയാടാ കളി. ഫൈനല് കണ്ടാ മതിയായിരുന്നു. വല്ലാത്ത കൺഫ്യൂഷൻ. എടാ ഒരെണ്ണം കൂടെ അടിച്ച തീരാവുന്നേ ഉള്ളു. അതല്ലടാ ചെക്കന്റെ കാര്യം. ഓനിപ്പോ ലോട്ടറി അടിച്ച പോലെയാ. പ്രാന്ത് പറയാതെ. അതിന് കുറച്ച് ബുദ്ധി വേണം. മടമടാന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് ചുരുണ്ട് കയറി കിടന്നുറങ്ങിയാ പോരാ. ലോട്ടറിയും ഇതും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചു കേട്ടോ. അൻവറിനും ശ്രീകുട്ടനും മൈനയെ ഇഷ്ടമാണ്. അൻവറും മൈനയും ഒരേ മതക്കാരും. അല്ല അതിനെന്താ കുഴപ്പം? മൈനയ്ക്ക് ശ്രീകുട്ടനെ ഇഷ്ടമല്ലേ? ആയിരിക്കും. പക്ഷേ ഈ ഒരു സംഭവത്തിലൂടെ നാട്ടുകാര് മൊത്തം അറിഞ്ഞു. ജാതിയായി മതമായി മത്തങ്ങയായി ആൾക്കാരൊക്കെ ഉറഞ്ഞു തുള്ളി നിൽക്കുക. അപ്പൊ ആരാ ബുദ്ധിമാൻ? അവന് കിട്ടിയ അടി ലോട്ടറി തന്നെയല്ലേ. ശ്രീകുട്ടനെ പറട്ടെ, അവന്റെ ബുദ്ധി കിട്ടുന്ന ചാമ്പണം. അത് കഷ്ട. ശ്രീകുട്ടന് ഓനെ തൊട്ടാൽ നാട് മൊത്തം. അതുകൊണ്ട് ഈ കളിയിലെ കേമൻ അൻവർ തന്നെ. ചായ ചായ. ആകെ കൂടെ ഒരു ഉത്സാഹക്കുറവ്. അത് നിങ്ങൾക്ക് ജന്മനേ ഉള്ളതല്ലേ? അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. കുടിവെള്ളം കിട്ടാനില്ല, ഒരു ഹർത്താലിന് സ്കോപ്പില്ലേ? ഇല്ലേ? ഹർത്താൽ നടത്തിയ കുടിവെള്ളം താനെ വരൂ. എടി, കഴിഞ്ഞ മാസം സ്റ്റേറ്റ് 1, ജില്ല 1, പഞ്ചായത്ത് 1, തീരെ കുറവാടി. അപ്പോ കുടിവെള്ളം അല്ല പ്രശ്നം. നമ്മുടെ കിണറ്റിൽ നിറയെ വെള്ളമില്ല. അപ്പൊ നാട്ടുകാര് വെള്ളം കുടിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? പഞ്ചായത്ത് വക കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടല്ലോ. അത്യാവശ്യമുള്ളവർ കുപ്പിവെള്ളം വാങ്ങിച്ച് തടുപ്പിച്ച് കുടിക്കട്ടെടി. ജനങ്ങള് ക്യൂ നിന്ന് കുടിക്കട്ടേന്ന്. കൊള്ളാം, നിങ്ങളാ ശരിക്കും മെമ്പർ. അതെ, എപ്പോഴെങ്കിലും ഒരു ചിരിക്കുന്ന ഫോട്ടോ എടുക്കട്ടെ. മോനെ ശ്രീകുട്ട, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോടാ മോനെ? പിന്നെ തൂക്കിക്കൊന്നു വിചാരിച്ചോ? ഒന്നും ദേശിക്കാൻ പറഞ്ഞല്ല മോനെ. ശരിക്കും എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. എടാ മോനെ, നീ എന്തു പ്രശ്നമാണെങ്കിലും നീ ഞങ്ങളോട് പറ. നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നേ. ഓ വേണ്ട, അതൊക്കെ തീർന്നു.
എടാ എന്നാലും ചില സംശയങ്ങൾ തീർത്തിട്ട് പോടേ. എടാ നീ അവനോട് അങ്ങനെ കാണിച്ചെന്നുള്ള കാര്യം ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. എങ്ങനെ വേണേലും വിശ്വസിച്ചു. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ചും വെച്ച് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചന്ദ്രമോഹന, നമുക്ക് CBI കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചാലോ? ഒന്ന് പോടോ. എന്ത്? ഈ പിള്ളേർക്കാണ് CBI കൊണ്ട്. എടാ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭവും തുടർന്ന് ഒരു സമ്പൂർണ്ണ ഹർത്താലും. എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. 2 അടിക്കണം, 1 കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ കുറച്ച് ബുദ്ധിയുള്ളവരാ. ഞങ്ങൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചോളാം കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്ക് കേട്ടോ. കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് മാറി. അപ്പൊ അച്ഛനെ അപ്പൊ തുടങ്ങല്ലേ? അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവസരം വരും വരെ കാത്തിരിക്കാം. അതല്ല, 2 പിടിപ്പിക്കുന്ന കാര്യം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുക്കാൻ എടാ ഇന്നലെ വരെ ഇവന് വേണ്ടിയാ ഞാൻ കുടിച്ചത്. അത്രക്ക് വലിയ റിസ്ക് ഒക്കെ എടുത്തോ അച്ഛനെ? അപ്പൊ പ്രതിഷ്ഠ എവിടെ വെച്ച് നടത്തും? നമുക്ക് സ്കൂളിലോട്ട് തന്നെ പോവാം. അങ്ങനെയെങ്കിലും സ്കൂൾ ഒന്ന് കാണാം. ഇന്ന് വല്ലതും നടക്കും മോനെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് അർജന്റായി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഓടി വിളിക്കലടാ മോനെ. സിംഹമാണ്, പുലി മുരുകനാണെന്നൊക്കെ പറഞ്ഞ് നാ എടുത്തല്ലേ ഉള്ളൂ. അത് ഞാൻ ഒരു ആവേശത്തിന് പറഞ്ഞല്ലടാ. അപ്പൊ ഓക്കെ. ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോയാ മതി. നിന്റെ കാര്യം കട്ടപ്പോക. അൻവറേ, നിന്റെ എഞ്ചിൻ പണി ഉടനെ ഉണ്ടാവും. അതെ, സിംഹം പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, മനസ്സിലായി? നല്ല ഒരു സംശയം, ആരാ ഇതില് സിംഹം? ഇന്നെന്താ ഈ നേരത്തെ? എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ. ഓൻ വന്നല്ലേ? വന്നു. ഈ ഇനി ഓന്റെ അടുത്ത് ഇടങ്ങാറിനൊന്നും പോണ്ട. ഓനായിട്ട് ഇങ്ങോട്ട് വരാണ്ടെന്നാ മതി. എനക്കൊന്ന് കാണണം ഓന്. എന്തിനേ? ഓൻ നമ്മളെ ശത്രുവാ. എനക്ക് അങ്ങനെയൊന്നുമില്ല. ഓൻ അടിച്ച് പഞ്ചറാക്കിട്ട് അന്റെ കൈയും കാലം താന്ന് അച്ഛന് പോയിനാ. ഉമ്മ എപ്പോ ഓന്റെ സൈഡാ? ഉമ്മക്ക് സങ്കടാടാ. ഇതെന്നെ കുഴപ്പം. ഓൻ നെഞ്ചത്ത് കയറിയാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്റെ നെഞ്ചത്ത് കടന്ന് വളർന്നല്ലേ ഓൻ. സെന്റിമെന്റ്സ്. ആ നാടിക്ക് വല്ല വിചാരം ഉണ്ടാ? നീ പോയി കുളിക്ക്. ഓനെ പറഞ്ഞാ പിടിക്കൂല, അപ്പൊ തുടങ്ങും. പിന്നെ അന്നെ പോലെ തന്നെയാ എനക്കോൻ. എന്നാ പിന്നെ ഓനെ പോലെ പോയിക്കോ. ശ്രീകുട്ട പറ, എന്താടാ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? പഴയപടി തന്നെ. അതല്ലടാ, ആ പെണ്ണിന്റെ കാര്യം. അവൾ എനിക്കുള്ളതാടാ. എടാ നീ ഒരുമാതിരി അവാർഡ് സിനിമ പോലെ ആ ചെറുക്കന് നമുക്ക് ഇപ്പം പൊക്കണം. എന്തിന്? വിട്ടുകളാ. അപ്പൊ ശരിക്കും നീ തന്നെയാ? അതെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് സങ്കടം വരുന്നുണ്ട്. നീ പേടിക്കണ്ടടാ, ഒരു ഫുള്ളോട് ഇരിപ്പുണ്ട്. നീ തോൽക്കരുത് ശ്രീകുട്ട. അതൊരു പീറ ചെക്കൻ്റെ അടുത്ത്. പിന്നെ നമുക്ക് എന്താണ് ഒരു വില? നമുക്ക് ജയിക്കാൻ തന്നെ കളിക്കാൻ. നീ ജയിലിൽ പോയ ഇത്ര ഡീസന്റ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജയിലിൽ പോയി കിടക്കണം, അല്ലാതെ നിന്നെ പോലെ. എനിക്ക് പിന്നെ സങ്കടം വരുന്നുണ്ട്. ടാനിയെ ഒന്ന് പാടിയേ. എനിക്കൊന്നും വയ്യ. പാടാ. എട്ടും പൊട്ടും തീരിയാത്ത 8 പേരും ഒത്തുചേർന്ന് കുട്ടനാട്ടിൽ പോയി ചെന്ന് കുട്ടൻ നിറയെ വാരിക്കുട്ടി കട്ടെടുത്ത് കൊണ്ടുവന്ന മകി മകി നെല്ലേ പൊന്നല്ലേ, മകി മകി നെല്ലേ പൊന്നല്ലേ. അവൻ നന്നായിട്ട് മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവൂ. പോലീസുകാരങ്ങനെ വെറുതെ തല്ലത്തൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാടി? പത്രത്തിലൊക്കെ പിന്നെ പത്രത്തിൽ ഇതൊക്കെയല്ലേ കിടക്കുന്നത്? നല്ല വിശപ്പ്, തിന്നാൻ എന്തെങ്കിലും എടുത്ത് വെക്കുകയല്ലേ. അയ്യോ, എന്റെ പൊന്നുമോൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നേയല്ലേ, ഉളുപ്പില്ലാത്ത ജന്തു. പോടാ. തള്ള വെറുതെ ചൊറിയ പറഞ്ഞല്ലേ. ജയിലിൽ കിടന്നിട്ട് വന്നിരിക്കുന്നു നാണം കെട്ടവൻ. ചിലപ്പോ ഒരു 7-8 വർഷം കൂടെ കിടക്കേണ്ടി വരും. അതെന്തിനാടാ? നിങ്ങളെ ഞാൻ അങ്ങ് തട്ടും. ഇതിലും ഭേദം അതാടാ. കൊല്ലടാ, നീ എന്നെ കൊല്ല്. കൊല്ലടാ, ഇവിടെ ഇല്ല, നോക്കിയാ ഞാൻ. അയ്യോ, അല്ലെങ്കിൽ നീ എന്നെ മലത്തും. എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് എടുത്തേക്ക് ചെല്ലേ. ബാക്കിയുള്ളവർ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസം എത്രയെന്ന് നിനക്കറിയോ? അടുക്കളയുടെ സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് അണ്ണാക്കിലേക്ക് ഒഴുകി പോ. ആണോടാ? ഇല്ലെങ്കിൽ ഇന്ന് കാണായിരുന്നു. ഇനിയെങ്കിലും കുറച്ച് കഞ്ഞി തരുമോ? മോന് വിഷമമായോടാ അമ്മ പറഞ്ഞത്? അയ്യോ, എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്റെ ചെക്കൻ അങ്ങ് മെലിഞ്ഞുണങ്ങി ആകെ നാശമായിപ്പോയി. അമ്മ പെട്ടെന്ന് പോയി കഞ്ഞി എടുത്തു വെക്കാം. വേഗം അങ്ങ് വന്നേക്കണേ. പറഞ്ഞി 2 കാന്താരി മുളക്. സാടി
നിക്ക്. നിനക്കെന്താ ഇത്ര ഗൗരവം? ഒന്നുമില്ല. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനില്ല, ആരെങ്കിലും കണ്ടാലും മതി. നീ പോയേ. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ നീ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. രണ്ടാൾക്കിനി മതിയായില്ലേ? ഇവിടെ ചോരപ്പുഴയൊഴുകും. ശ്രീകുട്ട നീ പേടിക്കണ്ട, അവളുടെ ഒരു പൂങ്കണ്ണി ഇവിടെ ഒറ്റ കാരണം അടിക്കടാ. വേണ്ട വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. മൈനെ നീ പോകോ. പോകാനല്ലേ പറഞ്ഞത്? അങ്ങനെ പോവാൻ വരട്ടെ. രണ്ടുപേരും ഇതിന് തീരുമാനം പോയാൽ മതി. നാളെ ഇല്ലോടാ നിനക്കൊക്കെ. ഒരു ആണും പെണ്ണും മിണ്ടിയാലോടെ വന്നോളും. സദാചാരം പറഞ്ഞോളൂ. രണ്ടാളും കൂടി പുലിമുരുകനെ കഥ പറയായിരിക്കും. അല്ലടാ, നിന്റെ കെട്ടുകൾക്ക് വേറെ ചെറുക്കനെ ആലോചിച്ചത്. തരം നോക്കി കളിക്കടാ, പൊത്തി കീറും. ചങ്കരപ്പള്ളിക്ക് വാ, കാണട്ടെ. ഇനി എങ്ങാൻ ഞങ്ങളുടെ കൊച്ചിന്റെ കൂടെ നിന്നെ കണ്ട ഒന്ന് കാൽ തള്ളിക്കളി നിന്നെ ഞാൻ. സമയവും സ്ഥലവും നേരത്തെ പറഞ്ഞു വെച്ചേക്കണടാ. da da